നിങ്ങളൊരു +2 കോമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ഓപ്ഷൻ എന്തുമായിക്കോട്ടെ, CA യോ CMA യോ അങ്ങനെ നിങ്ങൾ ഇനി CUT എന്തുമായിക്കോട്ടെ, പക്ഷേ ഈ വീഡിയോ കണ്ടിരിക്കണം, CUT പറ്റി അറിഞ്ഞെങ്കിലും ഇരിക്കണം. ഓക്കെ, എന്തുകൊണ്ട് ഒരു +2 കോമേഴ്സ് വിദ്യാർത്ഥി CUT എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് അവിടെ ഒരു നാഷണൽ ലെവൽ എക്സ്പോഷർ കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഈ നാട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട്, നിങ്ങളുടെ ഈ കംഫർട്ട് സോണിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒരു രാജ്യാന്തരമായിട്ട്, നിങ്ങൾ മറ്റേ ഇതിലൊക്കെ കണ്ടില്ലേ വിക്രമാദിത്യൻ, ദുൽഖറൊക്കെ പോയിട്ട് ഡൽഹി പോയി പഠിക്കുന്ന പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നാഷണൽ ലെവൽ എക്സ്പോഷറിൽ ഹൈലി മൈൻഡ് സെറ്റ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പ് അല്ലേ. നമ്മൾ നമ്മുടെ ചുറ്റുപാട് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ സംസാരിക്കുന്ന ചില ഭാഷകളും നിങ്ങളുടെ ചില ക്യാരക്ടറുകളും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരുടേതായിട്ട് സാമ്യം തോന്നിയേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടേതായിട്ട് സാമ്യം തോന്നിയേക്കാം. കാരണം ഈ പിയർ ഗ്രൂപ്പിന്റെ ഒക്കെ ഒരു എന്താ പറയുക, ക്യാരക്ടർ നമ്മളിലോട്ട് ഇങ്ങനെ പകരും. നമ്മൾ അവരുടെ ഒക്കെ ഒരു ആവറേജ് ആണ്. അപ്പൊ നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ എക്സ്പോഷർ കിട്ടുമ്പോൾ, പല നാട്ടിൽ നിന്നും പല കൾച്ചറിലുള്ള ആളുകൾ അല്ലേ, അതും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യും, CUT ഒക്കെ എഴുതി നല്ല മാർക്കൊക്കെ മേടിച്ച് ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന ഹൈ മൈൻഡ് സെറ്റ് ഉള്ള സക്സസ് ആവണം ജീവിതത്തിൽ എന്ന് പറയുന്ന ആളുകളുടെ കൂടെ നമ്മളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്ര നെഗറ്റീവ് ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി നമ്മളും ചിന്തിക്കും അത് അവന്മാരൊക്കെ പഠിക്കുന്നു, അപ്പൊ നമുക്കും പഠിക്കാം. ഈ രീതിയിൽ നിങ്ങളും ഉയർന്നു വരും. അപ്പൊ ഇങ്ങനെ സ്ട്രോങ് പെയർ ഗ്രൂപ്പ് കിട്ടാനും ഒരു ഹൈലി സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവൽ എക്സ്പോഷർ കിട്ടാനും നിങ്ങൾ എഴുതേണ്ടത് എന്ത് എക്സാം ആണ്? CUET എക്സാം ആണ്. ഈ CUET എക്സാം എഴുതി കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ അറിയപ്പെടുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചയാള്, അതായത് ഒരു ടാഗ് കിട്ടും, സെൻട്രൽ യൂണിവേഴ്സിറ്റി ടാഗ് അല്ലേ. ഇനി നിങ്ങളൊരു കോമേഴ്സ് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയാൽ എന്തൊക്കെ കോഴ്സ് എടുക്കാൻ പറ്റും സാർ? നിങ്ങൾക്ക് BCom എടുക്കാം, പിന്നെ എന്താ BBA BBM BMS പോലുള്ള മാനേജ്മെന്റ് ഡിഗ്രികൾ എടുക്കാം. അതുപോലെ BA എക്കണോമിക്സ്, ഇന്റഗ്രേറ്റഡ് MBA, BA ബിസിനസ് എക്കണോമിക്സ്, BA ഫിനാൻസ്, BA ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് തുടങ്ങിയ കോഴ്സുകൾ കോമേഴ്സ് സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി ഈ കോഴ്സുകളൊക്കെ ഏത് യൂണിവേഴ്സിറ്റികൾ എടുക്കും? ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ നിങ്ങൾ നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റികളാണ് ഈ പറയുന്നതൊക്കെ. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നല്ല യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. അപ്പൊ നല്ല യൂണിവേഴ്സിറ്റികളിൽ ഈ BCom പോലുള്ള കോഴ്സുകൾ, SRCCയിലൊക്കെ നിങ്ങൾ BCom എടുക്കുകയാണെങ്കിൽ നല്ല ഹൈ പാക്കേജുമായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റും. ഇനി ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ നിങ്ങൾ പഠിച്ചു, ഈ ഡിഗ്രികളൊക്കെ എടുത്തു, സാറേ നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് കരിയറിൽ വരിക, നമ്മൾ എന്ത് ജോലി എടുക്കും? തുറന്നിരിക്കുന്നു ഹൈ പേയിങ് കരിയേഴ്സ് ആഫ്റ്റർ CUT കോമേഴ്സ്. എന്തൊക്കെയാ? ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് മേഖലയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, കൺസൾട്ടിംഗ് ആൻഡ് മാനേജ്മെന്റ്, ഇക്കണോമിക്സ് ആൻഡ് അനലിറ്റിക്സില്, അക്കൗണ്ടിംഗ്, ടാക്സ് ആൻഡ് ഓഡിറ്റ് മേഖലകളില്, ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ, ഗവൺമെന്റിലുണ്ട് കുറെ ഓഡിറ്റേഴ്സ്, സിവിൽ സർവീസ് അങ്ങനെയൊക്കെ. ഇനി ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസിൽ, അങ്ങനെ ഒരുപാട് ഏരിയയില് നിങ്ങൾക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിച്ചിറങ്ങിയതിനു ശേഷം ജോലിക്ക് കയറാൻ വേണ്ടി പറ്റും, ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സാർ ഇതൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ എങ്ങനെയാ +2 നന്നായി പഠിച്ചാൽ മതിയോ? യെസ്, +2 നന്നായി പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എലിജിബിലിറ്റി മാത്രമാണ്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഉറപ്പിക്കാൻ പറ്റില്ല, ഒരു എലിജിബിൾ ആണ് നിങ്ങൾ ആ എക്സാം എഴുതാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാൻ എലിജിബിൾ ആണ് എന്ന് മാത്രമാണ് ബോർഡ് എക്സാം മാർക്ക്. നിങ്ങളുടെ CUETയുടെ സ്കോർ മാത്രമാണ് ഫൈനൽ അഡ്മിഷനും റാങ്കിങ്ങിനും വേണ്ടി എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ CUET വൃത്തിക്ക് പഠിച്ചെഴുതി കഴിഞ്ഞാൽ എത്ര വലിയ +2 മാർക്കുള്ള വന്നാലും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പൊ പ്യൂർലി മെറിറ്റ് ബേസ്ഡ് ആണ്. ഇനി നിങ്ങൾ +1 മാർക്ക് കുറഞ്ഞു പോയി സാറേ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, കാരണം +1 +2 മാർക്കൊന്നും അവിടെ നോക്കുന്നില്ല. നിങ്ങളിപ്പോൾ CUETക്ക് മര്യാദയ്ക്ക് പഠിച്ചാൽ മതി സാർ. ഓക്കെ, ശരി. ഇനി CUET കോമേഴ്സിൽ ഏതൊക്കെ സബ്ജക്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും? ലാംഗ്വേജ് എല്ലാവർക്കും കോമൺ ആ, ഇംഗ്ലീഷോ മലയാളമോ, ഇംഗ്ലീഷ് ആയിരിക്കും ബെറ്റർ, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഡൊമൈൻ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടൻസി ഓപ്റ്റ് ചെയ്യാം, ബിസിനസ് ഓപ്റ്റ് ചെയ്യാം, ഇക്കണോമിക്സ് ഓപ്റ്റ് ചെയ്യാം, മാത്തമാറ്റിക്സ്, ഓണ്ടർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ്, അത് ഡൊമൈൻ അല്ല, മൂന്നാമത്തെ വേറെ പേപ്പറാണ്. അപ്പം ഇതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കിട്ടണമെങ്കിൽ അവർ ഏതൊക്കെ സബ്ജക്റ്റ് കോംബോയാണ് നോക്കുന്നത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സൈറ്റിലൊക്കെ കയറിയാൽ കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ ലാസ്റ്റ് പറയും, അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ ആ പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇഷ്ടമുള്ള, ഇതിൽ അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അല്ലാതെ തോന്നിയ പോലെ കുത്താന വരമ്പത്ത് എന്നൊക്കെ പറഞ്ഞ് കുത്തി ഓരോന്ന് ഓപ്റ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, കോമൺലി നിങ്ങൾക്ക് ഇതൊക്കെ ആയിരിക്കും സഹായിക്കുന്ന സബ്ജക്റ്റുകൾ. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ എങ്ങനെയാണ്? MCQ ആണ് കേട്ടോ. MCQ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വെച്ച് കിട്ടും. എന്നാൽ നിങ്ങൾ ഒരെണ്ണം തെറ്റിച്ചാൽ 1 മാർക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള എക്സാം ആണെന്ന് ഓർത്ത് വെക്കുക. സിലബസ് സ്ട്രിക്ട്ലി ഫ്രം ക്ലാസ് 12 NCERT. ഈ പറയുന്ന ഡൊമൈൻ സബ്ജക്റ്റ് ഒക്കെ കണ്ടോ, അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്. അപ്പൊ ഇതിന്റെ ഒക്കെ സിലബസ് നിങ്ങൾക്ക് എന്താ, നിങ്ങൾ +2 പഠിക്കുന്ന NCERT സിലബസ് തന്നെയാണ്. എന്നാൽ +2 സ്റ്റേറ്റിൽ വരുന്ന പോലത്തെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല, കുറച്ചും കൂടി
കടിച്ചാൽ പൊട്ടുന്ന രീതിയിലുള്ള കടിച്ചാൽ പൊട്ടാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ലടാ. MCQ ആയിരിക്കും, ഓപ്ഷൻസ് ഉണ്ടാകും, പക്ഷേ കോൺസെപ്ച്വലി കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്കത് നേടണമെങ്കിൽ എന്തൊക്കെയാണ് സാർ ടിപ്സ്? എങ്ങനെ ഈ സാറ് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ എത്താൻ പറ്റും? എങ്ങനെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എത്തും എന്ന് പറയുന്നവർക്ക് NCERT എന്ന് പറയുന്നതാണ് കീ. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കണം. അതേപോലെ ഡെയിലി നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, വെറുതെ എന്ത് ചെയ്യരുത്, പ്രാക്ടീസ് ചെയ്യാതെ പോരുത്. വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, അതിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരും ആ MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. മോക്ക് ടെസ്റ്റുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. മോക്ക് ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് CUTന്റെ മോക്ക് ടെസ്റ്റ് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് നമ്മൾ വേഗം സ്പീഡ് കൂട്ടുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം മോക്ക് ടെസ്റ്റുകൾ. അതുപോലെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇൻ അക്കൗണ്ടൻസി ആൻഡ് എക്കണോമിക്സ് അവ തുടങ്ങിയ ഇതുപോലെ ഒരു കോൺസെപ്റ്റ്സ് അറിഞ്ഞ് പഠിക്കേണ്ട സബ്ജക്റ്റുകളിലൊക്കെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വേണം, കാണാപ്പാടം പാടില്ല. അപ്പൊ കോൺസെപ്ച്വലി പഠിച്ചു വെക്കണം ഓരോ ടോപ്പിക്കും. വൈ അങ്ങനെ കോൺസെപ്ച്വലി പഠിച്ചു വെക്കണം. ഇതൊക്കെയാണ് ടിപ്പ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസ്. നിങ്ങൾക്ക് അയച്ചാൽ അപ്പം തന്നെ മെസ്സേജ് വരുന്ന തിരിച്ച് റിപ്ലൈ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവർക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ എന്തായാലും റീപ്ലൈ കിട്ടും. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും റീപ്ലൈ കിട്ടും. അപ്പോൾ സോ നിങ്ങൾ ഡൗട്ട് ക്ലിയറൻസിലേക്ക് എന്ത് ചെയ്യുക, ധൈര്യമായി നിങ്ങളുടെ സംശയങ്ങൾ എന്ത് ചെയ്യുക, വോയിസ് ആയിട്ടോ ഫോട്ടോസ് ഒക്കെ ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ ഡൗട്ട് ചോദിക്കുക. ഇനി ഈ പറഞ്ഞ CUT നേടി നമുക്കവിടെ എത്തണം. അതിന് നമുക്കൊരു ഗൈഡ്, ഒരു മെന്റർ എല്ലാമായിട്ട് നമ്മൾ തന്നെ വരുന്നുണ്ട്. എഡ്യൂപോർട്ടിന്റെ CUT 2026 ക്രാഷ് പ്രോഗ്രാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന 5999 ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ +2 ബൂസ്റ്റർ ബാച്ച്. അതായത് +2 അവസാന ദിവസം റിവിഷൻ ബാച്ച് ആയിട്ടുള്ള ബൂസ്റ്റർ ബാച്ച് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ. അത് നിങ്ങൾ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ആരും ആയിക്കോട്ടെ. എത്രയാ? ബൂസ്റ്റർ ബാച്ച് ഫ്രീ. അപ്പൊ നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ +2 പഠിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് CUTയുടെ ക്ലാസ്സുകളും ലഭിക്കും. CUTയുടെ മോക്ക് ടെസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യുക, ആത്മാർത്ഥമായി ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഈ ലോകത്ത് ഉണ്ടാക്കും എന്നൊരു ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് തന്നെ പോവുക. നമ്മളൊക്കെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.